സെവൻത് സ്റ്റാൻഡേർഡ് പേജ് നമ്പർ 76 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഗുണനഫലവും ഏറ്റവും ചെറിയ ഗുണനഫലവും കണ്ടുപിടിക്കുക. ഞാൻ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. ആൻസർ എഴുതി നോക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കണ്ടുപിടിക്കാം. നോക്കാം. ഇവിടെ 0.11, 0.11. ഇവിടെ 1.1, 1.1. ഇതും പോയിന്റ് ഇല്ലാതെ ഇതും 11 × 11, ഇതും 11 × 11. അപ്പം വലുതും ചെറുതും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ പോയിന്റ് ഇല്ലാതെ 101 × 101. ഇവിടെ 101 × 11, 101 × 101. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. 11 × 11 121 നമുക്കറിയാം. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം ഇവിടെയും 2 സ്ഥാനം ഇവിടെയും. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം വരും. ഇവിടെ 1.1, 1.1. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം ആൻസറിൽ വരും. അതേപോലെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2, 2. അപ്പോൾ ആൻസറിൽ 4 സ്ഥാനം. 101 × 101, 10,201. അത് നമുക്ക് അറിയുന്നതാണ്. ഇത് എഴുതി നോക്കേണ്ട ആവശ്യം വരില്ല. കാരണം വെച്ചാൽ ഈ ഇതിൽ തന്നെ 11 × 11, അത് പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം ഉണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ 1, 1 ആദ്യം വരുന്നതുകൊണ്ട് ഇവിടെ 1 പോയിന്റ് ആണ് വരിക, 1 പോയിന്റ് ആണ് വരിക എന്നറിയാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം ഉണ്ട്. 1 ആദ്യം വരുമെങ്കിലും പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ 0 ആണ്. ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ 0 വരും. ഇവിടെയും 0 ആണല്ലോ, അപ്പോൾ 0 വരും. അതിലും വലുതാണ് ഇവിടെ വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പിന്നെ 3 സ്ഥാനം ഇവിടെയും ഇവിടെ ഒരു സ്ഥാനവും. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം വരും. അപ്പോൾ ഇത് വലുതായ സാധ്യതയില്ല. ഇതും വലുതായ സാധ്യതയില്ല. ഇനി ഇതുമാണ് നമ്മളെ 1 പോയിന്റ് വരുന്നത്. പിന്നെ ഇതും അതേപോലെ ഇതാ 1, 2, 3 സ്ഥാനം ഇവിടെ, ഒരു സ്ഥാനം ഇവിടെ. പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം വരും. അതും ഇവിടെ 10 ആയതുകൊണ്ട് 0 ആയിരിക്കും 2-ാം സ്ഥാനത്ത് വരിക. ഇതും ഇതിൻ്റെ ആൻസറും 101 × 101, 101 × 101. ആൻസർ രണ്ടും ഒരേതാണ് വരിക. അപ്പോൾ ഇതാണ് നമ്മൾ 1.1 × 1.1 വലുത് എന്നുള്ളത് എഴുതി നോക്കാതെ തന്നെ കണ്ടെത്താം, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഏറ്റവും ചെറുത് ഏതാണ്? ഇതിൽ ഏറ്റവും ചെറുത് ഇതാ. പോയിന്റ് കഴിഞ്ഞിട്ട് 1.1, 1.1. പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ തന്നെ ഉത്തരത്തിൽ 11 × 11 121 നമുക്കറിയാം. അപ്പം മുന്നിൽ 0 ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ചെറുത് വരിക. ഇനി പേജ് നമ്പർ 78 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. ഓരോ വശത്തിൻ്റെയും നീളം എത്ര സെൻറ്റിമീറ്റർ ആണ്? സമഭുജ ത്രികോണമാണ്. അപ്പം 3 വശങ്ങളും തുല്യമായിരിക്കും. ചുറ്റളവാണ് കൊടുത്തത് 12.9. ഒരു വശത്തിൻ്റെ കണ്ടുപിടിക്കാൻ 12.9 ഹരിക്കണം 3. 12.9 ഹരിക്കണം 3. ഇത് ഇങ്ങനെ 12.9 ഹരിക്കണം 3 ഹരിച്ചു നോക്കാം. 4, 12, ഇവിടെ പോയിന്റ് വരും. 9 ഇറക്കിയിട്ട് 3, 9 ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാം? ഭിന്നസംഖ്യയിലേക്ക് മാറ്റാം. 12.9 അപ്പം 129/10 എന്നാവും. ഹരിക്കണം 3. അതെന്താവും? 129 ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? വിൽക്രമം കൊണ്ട് ഗുണിക്കണം. 3 എന്നുള്ളത് 1/3 ആവും. അപ്പം 129 129/30. 129 ഹരിക്കണം 30. 3, 4
4 0 0 4 3 12 120. 9 ബാക്കി 0 ചേർത്ത് കൊടുക്കുന്ന പോയിൻ്റ് ഇടുന്ന 90-ലെ 30 3 പ്രാവശ്യം 4.3. ഇങ്ങനെയും ചെയ്ത് നോക്കാം, ഇങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 4.3 സെൻറ്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 16.5 കിലോഗ്രാം അരി 5 പേർക്ക് ഒരുപോലെ വീതിച്ചു. ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം കിട്ടി? 16.5 കിലോഗ്രാം അരി 5 പേർക്ക്. അപ്പം ഭിന്നസംഖ്യയിലാക്കാം. 16.5 എന്നുള്ളത് 165/10 ഹരിക്കണം 5. എന്താവും? 165/10 ഗുണിക്കണം 1/5. അപ്പം ഇവിടെ തന്നെ വെട്ടിച്ചുരുക്കാം. 5 ഉണ്ട്. ഒരു 5 5 16-ൽ 3 5 15 15 3 33. അപ്പോൾ 33/10. 33/10 എന്ന് പറഞ്ഞാൽ 3.3 കിലോഗ്രാം അരി ഓരോരുത്തർക്കും കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വലിയ പാത്രത്തിൽ 25.2 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് ഒരേ അളവിൽ 6 ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ചു. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ ഉണ്ട്? അപ്പോൾ 25.2 ഹരിക്കണം 6. 25.2 ഹരിക്കണം 6. 252/10 ഹരിക്കണം 6. 252/10 ഗുണിക്കണം 1/6. എന്താവും? 252/10. 10 × 6 60. 252 ഹരിക്കണം 60. 4 4 0 0 4 6 24. 2 1 12 ബാക്കി പോയിൻ്റ് ഇട്ട് 0 ചേർത്ത് 120-ൽ 60 2 പ്രാവശ്യം. അപ്പം 4.2 ലിറ്റർ. 4.2 ലിറ്റർ. നാലാമത്തെ ക്വസ്റ്റ്യൻ. 33.6 കിലോഗ്രാം അരി 8 പേർ തുല്യമായി വീതിച്ചെടുത്തു. സുജാത തനിക്ക് കിട്ടിയതിനെ 3ആയി ഭാഗിച്ച് ഒരു ഭാഗം റസിയയ്ക്ക് കൊടുത്തു. റസിയയ്ക്ക് കിട്ടിയത് എത്ര കിലോഗ്രാമാണ്? അതായത് 33.6 കിലോഗ്രാം അരി 8 പേർക്ക് വീതിച്ചാൽ എത്രയാണെന്ന് നോക്കാം. 33.6 ഹരിക്കണം 8. 336/10 ഹരിക്കണം 8 സമം 336/10 ഗുണിക്കണം 1/8. 8ൻ്റെ വിൽക്കണമാണ് 1/8. അപ്പോൾ 336 ഹരിക്കണം 80. 336 ഹരിക്കണം 80. 4 0 0 4 8 32. 6 1 160. പോയിൻ്റ് ഇട്ട് വെച്ച് 0 ചേർക്കുമ്പോൾ പോയിൻ്റ് എണ്ണം 160-ൽ 2 പ്രാവശ്യം. അപ്പം 4.2 കിലോ ആണ് ഒരാൾക്ക് കിട്ടുന്നത്. 4.2 കിലോഗ്രാമാണ് ഒരാൾക്ക് കിട്ടുന്നത്. അത് ഒരു ഭാഗം റസിയക്ക് കൊടുത്തു. ഒരു ഭാഗമാണ് റസിയക്ക് കൊടുത്തത്. സുജാതക്ക് കിട്ടിയത് ഇത്രയാണ്. സുജാത 4.2 കിലോഗ്രാം. സുജാത കിട്ടിയതിന് 3ആക്കി ഭാഗിച്ച് തനിക്ക് കിട്ടിയതിന് 3ആക്കി ഭാഗിച്ച് റസിയക്ക് കൊടുത്തു. അതായത് ഇതിനെ 3ആക്കി ഭാഗിച്ച് 4.2 ഹരിക്കണം 3. 42/10 ഹരിക്കണം 3 സമം 42/10 ഗുണിക്കണം 1/3 സമം 42/10
30. അപ്പോൾ 42 ഹരിക്കണം 30. 30 ഒരു പ്രാവശ്യം 2 1 പോയിൻറ്റ് 0 ചേർത്ത് 120 4 പ്രാവശ്യം 120. 1.4 കിലോ ആർക്ക് കൊടുത്ത്? റസിയക്ക് കൊടുത്തു. റസിയ 1.4 കിലോഗ്രാം റസിയക്ക് കൊടുത്തു. റസിയക്ക് കിട്ടിയത് എത്ര കിലോഗ്രാമാണ്? 1.4 കിലോഗ്രാമും 8 ഭാഗിച്ചതിൽ ഒരു ഭാഗവും 8 പേർ തുല്യമായി വീതിച്ചെടുത്തു എന്നാണ്. 8 ഭാഗിച്ചതിൽ ഒരാൾക്ക് എത്ര കിട്ടിയത്? 4.2. അതിൻ്റെ കൂടെ 1.4 കൂടി കിട്ടി. 5.6 കിലോഗ്രാം അരി. പക്ഷേ കിലോഗ്രാം 8 പേർ തുല്യമായി വീതിച്ചെടുത്തു എന്നാണ്. സുജാത തനിക്ക് കിട്ടിയതിൻ്റെ 3 ഭാഗിച്ച് ഒരു ഭാഗം റസിയക്ക് കൊടുത്തു. റസിയക്ക് കിട്ടിയത് എത്ര കിലോഗ്രാമാണ്? ഈ 8 ഭാഗിച്ചതിൽ റസിയ ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യനിൽ വ്യക്തമാക്കുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 5. 7407 ഹരിക്കണം 6 1234.5 എന്നത് ഉപയോഗിച്ച് ചുവടെ പറയുന്ന കണക്കുകൾ ഹരിച്ചു നോക്കാതെ പറയാമോ? അതായത് 7407 ഹരിക്കണം 6, ആൻസർ എത്രയാണ്? 1234.5. അപ്പോൾ അതേ നമ്പറുകളെയാണ് ഇതിൽ തന്നെ ഉള്ളത്. എല്ലാം ഇതാണ് 7407, ഇവിടെ അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആൻസർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഹരിച്ച് നോക്കണ്ട. ഇവിടെ പോയിന്റ് വരുന്നുണ്ട്, പോയിന്റ് ചേർത്ത് കൊടുക്കുകയേ വേണ്ടു. ഇതിൻ്റെ ആൻസറിൽ 1234.5 അപ്പോൾ ഹരിക്കുമ്പം പോയിന്റ് ഇടത്തോട്ട് നീങ്ങും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരൂ? ആൻസർ ഇതേപോലെ ഇത് 1304.5 ഇങ്ങനെ 1 2 3 4 5 എഴുതിയിട്ട് പോയിന്റ് എന്താ? ഒരു സ്ഥാനം ഇങ്ങോട്ട് നീങ്ങണം. അപ്പം ഇവിടെ പോയിന്റ് വരും. ഇനി അതേപോലെ 12345 എന്ന് എഴുതുക. ഇവിടെ 2 സ്ഥാനം പോയിന്റ് ഉണ്ട്. അപ്പം ഇവിടെ ആദ്യം ഉണ്ടല്ലോ ആൻസറിൽ ഒരു സ്ഥാനം. അപ്പോൾ അത് കൂടാണ്ട് ഇവിടെ വരും പോയിന്റ്. അതുപോലെ ഇവിടെ ആദ്യം ഒന്നുണ്ട് ഓൾറെഡി, അതിൻ്റെ കൂടെ ഇതും കൂടി 3 സ്ഥാനം ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് 1 2 3 ഇവിടെ വരും. ഇതിൽ 1 2 3 4 ഇവിടെ വരും. അപ്പോൾ 0 പോയിന്റ്. ഒന്ന് 2 3 4 5 സ്ഥാനം. അപ്പോൾ ഇവിടെ നിന്നാണ് ഓൾറെഡി പോയിന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നുന്നത്. 1 2 3 4 5 സ്ഥാനം വേണം. അപ്പം ഇവിടെ പോയിന്റ്. ഓക്കെ.